കച്ചവടം ചെയ്യുമ്പോൾ തൃപ്തിപ്പെട്ടിട്ട് മാത്രമേ നമുക്ക് ഒരാളിൽ നിന്നും വാങ്ങാൻ പറ്റുകയുള്ളൂ. എങ്ങനെയാണ് തൃപ്തിപ്പെടാതെ ഒരാൾ ഒരു കാര്യം വാങ്ങുക? അങ്ങനെയുള്ള വല്ല കച്ചവടവും നാട്ടിൽ നടക്കാറുണ്ടോ? ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. എങ്ങനെയാണ് തൃപ്തിപ്പെടാത്ത കച്ചവടം? അതായത് ഒരാളെ നിർബന്ധിച്ചുകൊണ്ട് വാങ്ങിക്കുക എന്നുള്ളത്. അയാൾക്ക് താല്പര്യമില്ല അത് വിൽക്കാൻ, അത് നിർബന്ധിക്കുക പലതരത്തിലുണ്ടാവും. ഭീഷണി സ്ഥലത്തിൽ കച്ചവട സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ചില പ്രത്യേക സ്ഥലത്തുള്ള പ്രോപ്പർട്ടികൾ അവർക്ക് വേണം. അതൊരു സാധുവായൊരു മനുഷ്യൻ്റെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ അയാളാണെങ്കിൽ അവിടെ ഒന്നും ചെയ്യുന്നില്ല, അയാളത് വിൽക്കുന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ഗുണ്ടകളൊക്കെ വിട്ട് അയാളോട് പറയും ഈ സ്ഥലം നിങ്ങൾ വിറ്റണം, എത്ര പൈസ നമ്മൾ തരാൻ തയ്യാറാണ്, നിങ്ങൾ വിറ്റേ പറ്റൂ. അയാൾ ഇല്ല ഞാൻ വിൽക്കണില്ല എന്നയാൾ പറഞ്ഞാൽ അയാളെ ഭീഷണിപ്പെടുത്തും. നിങ്ങൾ വിറ്റിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നമ്മൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, നിങ്ങൾ വെറുതെ വിടുകയില്ല എന്ന രൂപത്തിൽ ഭീഷണിപ്പെടുത്തി അയാളോട് അയാളുടെ മുദ്രപത്രത്തിൽ അത് കൃത്യമായി ഞാൻ വിറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒപ്പിടിയിച്ച് അങ്ങനെ നിർബന്ധിച്ചിട്ട് വാങ്ങിക്കുന്ന കച്ചവടങ്ങൾ ചെയ്യാറുണ്ട് പല രാഷ്ട്രീയക്കാരും അതല്ലാത്തവരും ഒക്കെ ഇത്തരത്തിലുള്ള ഇതിൽ കാര്യങ്ങളിൽ ചെയ്യുന്നത് പലപ്പോഴും അറിയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് ഹറാമായ കാര്യമാണ്, അത് കച്ചവടം നടക്കുകയില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കച്ചവടം നടക്കുകയില്ല, തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ബാത്തിലായ കച്ചവടമാണ്. കാരണം അയാളെ നിർബന്ധിച്ചിട്ടാണ് ആ കച്ചവടം ചെയ്തിട്ടുള്ളത്, അത് വാങ്ങാൻ പാടില്ല. അതിനൊരിപ്പോൾ കടയിലാണെങ്കിലും ശരി, ഇപ്പോൾ കടയിലൊരു വസ്തു ഒരാൾ കൊണ്ടുവച്ചിട്ടുണ്ട്, അപ്പോൾ ഒരാൾ പോയിട്ട് പറയും ഈ കാര്യം എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ പറയും ഇല്ലില്ല ഞാനത് കൊടുക്കാൻ വെച്ചതല്ല, അത് എനിക്ക് വേണ്ടതാണ്, അല്ലെങ്കിൽ ഞാൻ വേറൊരാൾക്ക് വെച്ചതാണ് എന്ന് അയാൾ പറഞ്ഞാൽ നിനക്ക് പിന്നെ വേറെ വർത്തമാനം ഇല്ല, അതെനിക്ക് തന്നേ പറ്റും, ഞാൻ എടുത്ത് കൊണ്ടുപോകും, പൈസ ഇതാ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, ഒരു 10 രൂപ അധികം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ഇയാൾക്ക് തൃപ്തിയില്ല, ഞാൻ വിൽക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം അയാൾ അത് വിൽക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിൽക്കണ്ട എന്ന് അയാൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അയാളെ നിർബന്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, അത് വാങ്ങാൻ സാധിക്കുകയില്ല. അതാണ് പരസ്പരം തൃപ്തി ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇനി നേരെ തിരിച്ചുണ്ടാവാം. ഒരാൾക്കൊരു സാധനം വേണ്ട, അപ്പോൾ അയാൾക്ക് ആ സാധനം കൊണ്ട് ഇനി എന്തായാലും ഇത് എടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് അയാൾക്ക് ആ സാധനം അവിടെ കൊണ്ടുവച്ചിട്ട് അയാളുടെ എന്ത് ചെയ്യുക, പൈസ വാങ്ങിക്കുക. ഇനിയിപ്പോൾ പൈസ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ കച്ചവടം ഇടപാടവിടെ നടത്തിയിട്ട് പിന്നെ പൈസ തന്നാൽ നിർബന്ധിച്ചിട്ട് ഒരാളെ കൊണ്ട് എടുപ്പിക്കുക. അയാൾക്ക് യാതൊരു താല്പര്യമില്ല, അയാളെ നിർബന്ധിച്ചെടുപ്പിച്ചതാണ്, അയാൾക്ക് ആവശ്യമേ ഇല്ല. അയാളെ കൊണ്ട് നിർബന്ധിച്ച് പറഞ്ഞു നീ എന്തായാലും എടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ശരിയാവുകയില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഒരാളെ കൊണ്ട് അത് പൈസ അത് വാങ്ങിച്ചാലോ അല്ലെങ്കിൽ ആ കച്ചവടം ഇടപാട് നടത്തിയാലോ ആ സമ്പത്ത് ഹലാലാവുകയില്ല, ആ കച്ചവടം ശരിയാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. ഇന്നമൽ ബൈഉ അൻ തറാദിൻ, തീർച്ചയായും കച്ചവടം പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ താരീഖുൽ കബീറിലും ഇബ്നു മാജ, ഇബ്നു ഹിബ്ബാൻ, അൽ ബൈഹഖി പോലെയുള്ള മുഹദ്ദിസുകളൊക്കെ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ സ്വഹീഹാണ്, ശരിയായ ഹദീസാണ് എന്ന് വിലയിരുത്തിയിട്ടുണ്ട്.